കഴിഞ്ഞ ദിവസം ബോച്ചെ എന്ന് പറയുന്നൊരു കക്ഷി നിങ്ങൾ കേട്ടിട്ടായിരിക്കും അല്ലേ, ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ടല്ലേ അദ്ദേഹം എന്ന് പറഞ്ഞത് കൊലപാതകം നടത്തിയത്. മനസ്സിലാവുന്ന നിങ്ങൾക്ക്, നാവ് കൊണ്ട് കൊലപാതകങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്ന വായിച്ചില്ലേ നിങ്ങൾ? മലയാള മനോരമ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ വാർത്തയായിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി തുടങ്ങി ഇനി കറൻസി ഇല്ല ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചിരിക്കുന്നു. ഞാനത് വാങ്ങിച്ചിട്ട് കണ്ടത് നിങ്ങൾ ആ കുട്ടിയെ പഠിക്കും പോയല്ലേ? ഉണ്ട്, എവിടെയുണ്ട്? നല്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഈശ്വര പ്രാർത്ഥനയായിരുന്നു. അതിനകത്ത് വരികൾ ഞാൻ വായിച്ചു കഴിഞ്ഞ സമയത്ത് അതിനകത്ത് 1-2 കാര്യങ്ങൾ പറയുന്നത് ഉചിതമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. ഒന്ന്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നാവ് കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. നാവ് കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ വാക്ക്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വാക്കാണ്. എൻ്റെ നാവ് കൊണ്ട് ഞാൻ കൊലപാതകം ചെയ്യരുത്. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നതാണ്, അർജുന, നീ നിൻ്റെ നാവ് കൊണ്ട് കൊലപാതകം ചെയ്യരുത്. ഇന്ന് നാവ് കൊണ്ട് കൊലപാതകം ചെയ്യുന്ന ആളുകളിൽ നമ്മൾ കാണുന്നത്. മിനിയാന്നത്തെ പത്രത്തിൽ നമ്മൾ രസമുള്ള അർജുന് നോട്ടേ വിട, നോട്ടുകളൊക്കെ നിരോധിച്ചിരിക്കുന്ന വായിച്ചില്ലേ നിങ്ങൾ? മലയാള മനോരമ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ വാർത്തയായിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി തുടങ്ങി ഇനി കറൻസി ഇല്ല ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചിരിക്കുന്നു. ഇനി ഡിജിറ്റൽ കറൻസി മാത്രമേ ഉള്ളൂ, അതായത് ഗൂഗിൾ പേ അങ്ങനത്തേതായിരിക്കുന്ന അക്കൗണ്ടുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഫ്രണ്ട് പേജിൽ മലയാള മനോരമയും മാതൃഭൂമിയും അച്ചനെത്തിരിക്കുകയാണ്. ഒരു കപട വാർത്തയായിരുന്നത്. എത്രയോ വൃദ്ധന്മാർ, വയോജനങ്ങൾക്ക് വിഷമമുണ്ടായിക്കാണും. അവർക്ക് അങ്ങനത്തെ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കില്ല, അവർക്ക് ATM കാർഡുകൾ ഉണ്ടായിരിക്കില്ല, അവർക്ക് ഗൂഗിൾ പേ അറിയാൻ പാടില്ല. അവരുടെ പോക്കറ്റിൽ കിടക്കുന്നതായിരിക്കുന്ന ആ കറൻസി നോട്ട് അത് നിരോധിച്ചെന്ന് പറയുന്ന സമയത്ത് എത്രയോ പേര് വേദനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതിന് പിറ്റേ ദിവസം പത്രത്തിനകത്ത് ചെറിയൊരു കുറിപ്പ്, ഇന്നലെ പറഞ്ഞേക്കാൻ നുണയായിരുന്നിട്ടാ, ഞങ്ങളൊരു തമാശ ഒപ്പിച്ചാണെന്ന്. നാവ് കൊണ്ട് കൊലപാതകം ചെയ്യുന്നതില്ലേ, വാക്കുകൾ കൊണ്ട് കൊലപാതകം ചെയ്യുക, ഡ്യൂപ്ലിസിറ്റി, വാക്കുകൊണ്ട് ചതിക്കുക. കഴിഞ്ഞ ദിവസം ബോച്ചെ എന്ന് പറയുന്നൊരു കക്ഷി നിങ്ങൾ കേട്ടിട്ടായിരിക്കും അല്ലേ, ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ടല്ലേ അദ്ദേഹം എന്ന് പറഞ്ഞത് കൊലപാതകം നടത്തിയത്. മനസ്സിലാവുന്ന നിങ്ങൾക്ക്, നാവ് കൊണ്ട് കൊലപാതകം നടത്തുക. എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ കാണുന്നിരിക്കുന്ന കാര്യമാണ് നാവ് കൊണ്ടുള്ള കൊലപാതകം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ നാവിൽ തേനും വയമ്പോടും പുരട്ടി തന്നിരിക്കുന്നു. ചില ആളുകളുടെ അമ്മമാർ അവരുടെ നാവിൽ, അവരുടെ മക്കളുടെ നാവിൽ നായങ്കരണപ്പൊടി തേച്ചു കൊടുക്കും. പിന്നെ ചൊറിയാൻ തുടങ്ങും. ചൊറിയണ വർത്തമാനം പറയുള്ളൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ജംഗ്ഷനിൽ വെച്ച്, കാലടി മറ്റൊരു ജംഗ്ഷനിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാറിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ടാങ്കർ ലോറിക്കാരൻ എന്നെ ഡാഷ് മോനെ എന്ന് വിളിച്ചു. ഫിലിം ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് പൂരിപ്പിച്ചോട്ടെ, ഡാഷ് മോൻ. എൻ്റെ അമ്മ മരിച്ചിട്ട് 12 വർഷമായി. ഞാൻ മോനെ എന്നുള്ള വിളി കേട്ടിട്ട് 12 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചം കഞ്ചു കാണിക്കുന്നു. അയ്യോ, എന്നെ ഒരാളങ്ങനെ വിളിക്കാന്ന് വെച്ചാലില്ല, മോനെ, ബാക്കിയുള്ളത് പോട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. ഒരു പ്രിൻസിപ്പലിനെ ഒരു പയ്യൻ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ? വേറെ കേട്ടില്ലേ നിങ്ങൾ അഞ്ചല്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നാവ് എന്ന് പറയുന്നത് എപ്പോഴും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമെങ്കിലും ഈ പെരിയാർ റെസിഡൻസ് സൊസൈറ്റിയുടെ കൊച്ചുമക്കൾ തീരുമാനിക്കണം. നാവ് കൊണ്ട് ഒരിക്കലും കൊലപാതകം ചെയ്യരുത്.